ഫിഫയുടെ 32 ടീമുകൾ പങ്കെടുക്കുന്ന ഇനോഗ്രൽ എക്സ്റ്റൻഡഡ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗംഭീര പ്രകടനമാണ് ബ്രസീലിയൻ ക്ലബ്ബുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലെമിംഗോ, ബൊട്ടഫാഗോ, പാൽമിറാസ്, പിന്നെ ഫ്ലുമിനൻസ്. നിലവിൽ 3 ഗ്രൂപ്പുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബുകളാണ്. അട്ടിമറികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ വമ്പന്മാർ ശരിക്കും ക്ലബ്ബ് വേൾഡ് കപ്പിൽ വിയർക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. PSG ബൊട്ടഫാഗോ 1-0 പരാജയപ്പെടുത്തി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഫ്ലെമിംഗോ മറ്റൊരു വമ്പന്മാരായ ചെൽസിയെ തോൽപ്പിച്ചിരിക്കുകയാണ്, അതും 3-1. ചെൽസിയും ഫ്ലെമിംഗോയും നമുക്കൊരു കമ്പാരിസൺ ഒരിക്കലും അർഹിക്കുന്നില്ല. കാരണം രണ്ട് ടീമുകളും അവരുടേതായുള്ള ടെറൈനിൽ ഗംഭീര ടീമുകളാണ്. പക്ഷെ നമ്മളൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചെൽസിയാണ് വമ്പന്മാർ എന്ന് പറയേണ്ടി വരും. അതൊരു വസ്തുതയാണ്. പക്ഷേ ഫ്ലെമിംഗോ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രസീലിൽ അത്രയും ഇതിഹാസപരമായുള്ള റിസൾട്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബ് തന്നെയാണ്. ഇപ്പം അവരുടെ കോച്ചാണെങ്കിൽ ഫെലിപ്പെ ലൂയിസ് വളരെ പ്രോമിസിംഗ് ആയുള്ള പരിശീലകനാണ്. ബ്രസീലിൻ്റെ ഭാവി പരിശീലകനാകാൻ സാധ്യതയുള്ള ഒരു കോച്ച് കൂടിയാണ് അദ്ദേഹം. 39 വയസ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുൻ താരമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ലെജൻഡറി ഡിഫൻഡർ ആയിരുന്നു. ചെൽസിക്ക് വേണ്ടി ഒരു സീസണിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഫ്ലെമിംഗോയുടെ അണ്ടർ-17, അണ്ടർ-20 ടീമുകളെ പരിശീലിപ്പിച്ചതിന് ശേഷമാണ് സീനിയർ സൈഡിന്റെ ചുമതല ഏറ്റെടുത്തത്. ഇപ്പോൾ 8 മാസങ്ങൾക്കകം 3 ട്രോഫികൾ നേടിക്കൊടുക്കാൻ, ഫ്ലെമിംഗോ എന്നുള്ള ക്ലബിന് 3 ട്രോഫികൾ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കോപ്പ ഡോ ബ്രസീൽ ഉൾപ്പെടെയുള്ള ട്രോഫികളാണ് നേടിയിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പകുതി വെച്ചാണ് വരുന്നത്. എന്നിട്ടും ടീമിനെ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു. ഈ ഒരു സീസണിൽ ബ്രസീലിയൻ ലീഗിൽ നിലവിൽ 1-ാം സ്ഥാനത്താണ് ഫ്ലെമിംഗോ നിൽക്കുന്നത്. 24 പോയിന്റ് ഉണ്ട് 11 മത്സരങ്ങളിൽ നിന്ന്. ആകെ 4 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയത്. 24 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് അപ്രോച്ചുള്ള, ടാക്ടിക്കലി ഒരു ബ്രില്യൻ്റ് ആയുള്ള ഒരു കോച്ച് തന്നെയാണ് ഫെലിപ്പെ ലൂയിസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ്. ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. എന്നാൽ ഡിഫൻസിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് അപ്രോച്ച് കൂടി സ്വീകരിക്കുന്ന പരിശീലകനാണ്. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പ്രസ്സിംഗ് ആണ്, ആവശ്യത്തിനനുസരിച്ച് പ്രസ് ചെയ്യുക എന്നുള്ള ഒരു ശൈലിയാണ്. അതേസമയം തന്നെ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടുള്ള പൊസിഷണൽ അവയർനെസ് പരമാവധി താരങ്ങളെ കൊണ്ട് നിലനിർത്തുന്ന ഒരു കോച്ചാണ്. ഓരോ താരങ്ങൾക്ക് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് കൊടുക്കും. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവരുടെ പൊസിഷണൽ ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ടാക്ടിക്കലി ഒരു മോഡേൺ അപ്രോച്ച്, അതേസമയം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഫെലിപ്പെ ലൂയിസിനുള്ളത്. അപ്പം ഇടയ്ക്ക് ആഞ്ചലോട്ടിയെ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചയുണ്ടായിരുന്നു ഫെലിപ്പെ ലൂയിസ് ബ്രസീലിന്റെ പരിശീലകനായി വരുമോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ഈ ഒരു പ്രൊജക്റ്റുമായി, ഫ്ലെമിംഗോയുമായുള്ള പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഭാവിയിൽ അദ്ദേഹം ബ്രസീലിന്റെ പരിശീലകനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബ്രസീൽ ദേശീയ ടീമിനെ അദ്ദേഹം പരിശീലിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അധികം വൈകാതെ തന്നെ അദ്ദേഹം യൂറോപ്പിലെ ഏതെങ്കിലും വമ്പൻ ക്ലബ്ബുകളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം ബ്രസീലിന്റെ പരിശീലകനായിട്ട് അദ്ദേഹം തിരിച്ചെത്തുകയാണെങ്കിൽ അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും. ബ്രസീൽ ഫുട്ബോളിലെ ഒരു റിനൈസൻസ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബ്രസീലിയൻ ക്ലബ്ബുകളുടെയൊക്കെ പെർഫോമൻസ്, അവരുടെ പ്ലെയേഴ്സിന്റെ പെർഫോമൻസ്, നല്ല ഊർജ്ജസ്വലരായുള്ള മിടുക്കരായുള്ള ഒരുപാട് താരങ്ങൾ ബ്രസീലിയൻ ലീഗിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വേണ്ടത്ര രീതിയിൽ സ്പോട്ട് ചെയ്ത് ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് തോന്നുന്നു. ഇപ്പം ഈ ഒരു മത്സരത്തിലാണെങ്കിൽ ചെൽസിക്കെതിരെ അദ്ദേഹം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്നു, പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഗംഭീര തിരിച്ചുവരവാണ് ഫ്ലെമിംഗോ നടത്തിയത്. അതിൽ 3 ഗോളിൽ 2 ഗോളും നേടിയത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്താൻ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു കോച്ച് തന്നെയാണ് ഈ ഫെലിപ്പെ ലൂയിസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രസീൽ ഫുട്ബോളിൽ ഒരുപാട് ടാലൻറ്റുകളുണ്ട്. അപ്പോൾ അവരെ ഫർണിഷ് ചെയ്ത് നന്നാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വളരെ മിടുക്കനായുള്ള ഒരു പരിശീലകനാണ് ഈ ഫെലിപ്പെ ലൂയിസ്. ഇപ്പോൾ ചെൽസിയെ പോലത്തെ ഒരു ക്ലബിനെ ശരിക്കും ഔട്ട്പ്ലേ ചെയ്യാൻ ഫെലിപ്പെ ലൂയിസിൻ്റെ ഫ്ലെമിംഗോയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ മേഖലയിലും, ഇപ്പം ഷോട്ട്സ് ആണെങ്കിലും, ഷോട്ട് ഓൺ ടാർഗറ്റ് ആണെങ്കിലും, പൊസഷൻ ആണെങ്കിലും ഫ്ലെമിംഗോയ്ക്കൊപ്പമായിരുന്നു. അതുമാത്രമല്ല, അവർ സ്പീഡായുള്ള അറ്റാക്കുകൾ വഴി ചെൽസിയുടെ പ്രതിരോധത്തിന് ശരിക്കും ഒരു വെല്ലുവിളി ഉയർത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്ലെയേഴ്സ് ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫിസിക്കാലിറ്റി ഒക്കെ ഉള്ള പ്ലെയേഴ്സാണ്. ഇപ്പം ഗോൾ നേടിയ ബ്രൂണോ ഹെൻറിക് ആണെങ്കിലും
പിന്നെ നമുക്കറിയാം ഓരോ പ്ലെയേഴ്സിൻ്റെ ഇപ്പം ഡാനിയലോ ആണെങ്കിലും ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ട് എന്നാൽ യങ് പ്ലെയേഴ്സിനും കൂടെ അവസരം കൊടുത്ത് ഉള്ള ഒരു ശൈലിയാണ് ഫ്ലെമിംഗോയുടെ പരിശീലകൻ ആവിഷ്കരിക്കുന്നത്. ഇപ്പം മൂന്നാമത്തെ ഗോൾ നേടിയ സബ്സ്റ്റിറ്റ്യൂട്ടായുള്ള വാലസിയാൻ യങ് പ്ലെയറാണ്. അപ്പം വെസ്ലിയെ പോലുള്ള യങ് പ്ലെയേഴ്സും ഫ്ലെമിംഗോയുടെ സൈഡിലുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്രസീലിയൻ ക്ലബ്ബുകൾ ഗംഭീര പെർഫോമൻസ് ആണ് ഇപ്പം ക്ലബ് വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊരു എംബാപ്പയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോകകപ്പിന് തൊട്ട് മുമ്പ്, വലിയ വിവാദമൊക്കെ ആയിരുന്നു യൂറോപ്പിലെ ഫുട്ബോളും ലാറ്റിൻ അമേരിക്കയിലെ ഫുട്ബോളും തമ്മിലുള്ള കമ്പാരിസൺ. പക്ഷേ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം മണിയുടെ കാര്യത്തിലാണെങ്കിലും അതുകൂടാതെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ പ്രതിഭകളുടെ കാര്യത്തിലും ടാക്ടിക്സിന്റെ കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസ് ഇല്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ഒരു പെർഫോമൻസ്, ഇതുവരെയുള്ള പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.